യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷനായ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ സഭാ ആസ്ഥാനത്തെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിയോഫിനുണ്ട് വിശദാംശങ്ങളുമായി. തിയോഫിൻ, പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എവിടം വരെയായി ചടങ്ങുകൾ? അനുമോദന സമ്മേളനം ആരംഭിച്ചോ? മാർ ബസേലിയോസ് ജോസഫ് മെത്രാപ്പോലീത്തയുടെ അതായത് നമ്മുടെ കാതോലിക്ക ബാവയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ബാവയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ബെയ്റൂട്ടിൽ നടന്ന ലെബനനിലെ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ചടങ്ങുകളുടെ ബാക്കിയാണ് ഇന്നിപ്പോൾ സഭാ ആസ്ഥാനത്ത് നടന്നത്. പുത്തൻകുരിശ് സഭാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ബാക്കി ഭാഗം പൂർത്തിയായി. അതിനുശേഷമുള്ള അനുമോദന യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ബെയ്റൂട്ടിൽ നിന്നും സഭ, അതായത് ബെയ്റൂട്ട് മെത്രാപ്പൊലീത്ത ഈ പാത്രിയാർക്കീസ് ബാവയുടെ പ്രതിനിധിയായി ബെയ്റൂട്ട് ആർച്ച് ബിഷപ്പ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ കൂടിയാണ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകളുടെ ഇവിടുത്തെ സഭാ ആസ്ഥാനത്തെ ചടങ്ങുകൾ നടന്നത്. അതിനുശേഷം സഭാ പിതാക്കന്മാർ, മെത്രാപ്പൊലീത്തമാരെല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ ഈ പുതിയ കാതോലിക്ക ബാവയെ വാഴിക്കുന്ന ചടങ്ങ് അത് പൂർത്തിയാക്കി. സുന്ത്രോണീസോ ശുശ്രൂഷ എന്നാണ് ഈ യാക്കോബായ സഭ ഈ ചടങ്ങിന് പറയുന്ന പേര്. ആ ചടങ്ങ് സുന്ത്രോണീസോ ശുശ്രൂഷ എന്ന ചടങ്ങ് പൂർത്തിയായി. അങ്ങനെ പുതിയ കാതോലിക്ക ബാവയെ എല്ലാവരും അംഗീകരിച്ചുകൊണ്ടുള്ള ചടങ്ങ് അത് പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷമാണ് അനുമോദന യോഗം നടക്കുന്നത്. അനുമോദന യോഗത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം വിവിധ സഭകളിലെ ബിഷപ്പുമാർ, യാക്കോബായ സഭയിലെ പ്രധാന ബിഷപ്പുമാർ, മെത്രാപ്പൊലീത്തമാർ എല്ലാം പങ്കെടുക്കും. ഇതര സഭകളിലെ സഭാധ്യക്ഷന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം ജനപ്രതിനിധികളും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു പൊതുയോഗം, വലിയ ജനക്കൂട്ടമാണ്. യാക്കോബായ സഭയിലെ വിവിധ ഭദ്രാസനങ്ങളിൽ ഉൾപ്പെടുന്ന നിരവധി വിശ്വാസികളും അതോടൊപ്പം വൈദികരും ഒട്ടേറെ പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക മെത്രാപ്പൊലീത്തമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു ചടങ്ങ്, ആ അനുമോദന യോഗമാണ് ഇപ്പോൾ അതിനുശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ് തിയോഫിൻ. യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷനായ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ സഭാസ്ഥാനത്തെ സ്ഥാനാരോഹണ ചടങ്ങുകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷമുള്ള അനുമോദന സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്.